തിന്മയുടെ നിമിഷങ്ങൾ ഒരുവൻ വല്ലാതെ ഒറ്റയ്ക്കാണ്. ഒരു കരം പോലുമില്ല അയാളെ ആശ്വസിപ്പിക്കാൻ. നമ്മുടെ അധർമ്മങ്ങൾക്ക് വഴിതെളിക്കുകയും അതിൻ്റെ വിരുന്നുണ്ണുകയും ചെയ്ത മനുഷ്യർ പോലും കർമ്മഫലങ്ങളുടെ നിമിഷങ്ങളിൽ എന്നെ ഒറ്റയ്ക്കായി ഉപേക്ഷിക്കുന്നു. ഇത്തരമൊരു ചിന്ത നമ്മുടെ നാട്ടിൽ ഒരു നിഷാദനെ കവിയാക്കി മാറ്റിയിട്ടുണ്ട്. കൊന്നും കവർന്നുമൊക്കെ ജീവിച്ചിരുന്ന ഒരു വേടൻ. ഒരു സംഘം സന്യാസികളായിരുന്നു ഒരു നാൾ അയാളുടെ ഇര. അവർ അവനെ ഒന്ന് നേരിടാൻ ശ്രമിച്ചു. നീ എന്താണ് ഇങ്ങനെയൊക്കെ? എൻ്റെ ഭാര്യയെയും മക്കളെയും കൂട്ടാൻ ഇതല്ല ശരിയായ വഴികൾ എന്ന് നിനക്കും അറിയാം. ഏതൊരു ധർമ്മത്തിനും അതിൻ്റെതായ കർമ്മഫലങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ആ കർമ്മഫലങ്ങളിൽ നിന്ന് നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും നിന്നോട് പങ്കുചേരുമോ? വേണമല്ലോ. അവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ. അത്ര ഉറപ്പിക്കാൻ വരട്ടെ, ചോദിച്ചിട്ട് വന്നോളൂ. വേടൻ മടങ്ങി വന്നത് തല കുനിച്ചാണ്. അയാൾ പറഞ്ഞു, നമ്മുടെ ഇടർച്ചകളിൽ പങ്കുചേരുന്നവർ നമ്മുടെ ആകുലതകളിൽ നിന്ന് ഒരു മണി പോലും കുറിക്കാൻ തയ്യാറല്ല. അവബോധങ്ങളിലേക്കുയർന്ന അയാളോട് ധ്യാനപൂർവം ഇരിക്കാൻ അവർ ആവശ്യപ്പെട്ടു. അയാൾക്ക് മുകളിൽ ചിതൽപുറ്റുകൾ ഒരു കൂടാരം തീർത്തു. പിന്നീട് ആ വാൽമീയത്തിൽ നിന്ന് പുറത്തു വന്നയാൾ വാൽമീകി എന്ന കവിയായി മാറി. നിഷാദിനെ കവിയാക്കുന്ന ധ്യാനചിന്തയാണിത്. ഈ കഥ എടുത്തിരിക്കുന്നത് ഹൃദയവയൽ എന്ന പുസ്തകത്തിൽ നിന്ന്.